ഒരു വാശിക്കം കളകി. ചേടാ, പേടിച്ചോടി നിങ്ങളുടെ ചെറുക്കൻ ടെറസിന്റെ മുകളിൽ താഴേക്ക് ചാടുമെന്ന് അവരെങ്ങാനും കരുതിയോ? എന്തിനാ വിസ്തരിക്കുന്നേ? ആ ചെറുക്കൻ അത്രേ വിധിച്ചിട്ടുള്ളൂ ആയുസ്. പാവം. കോടതി കേസ് നടക്കുന്നുണ്ട്, ചുമ്മാതെ. അതില് വലിയ കാര്യമൊന്നുമില്ല, ഒരു ഫോർമാലിറ്റി. അപ്പോൾ എന്റെ അനന്തരവനും കൂടി ചേർന്ന് പറ്റിപ്പോയ കയ്യബദ്ധമായതുകൊണ്ട് അതിന് കോമ്പൻസേഷൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അന്വേഷിച്ചത്. പക്ഷെ അറിഞ്ഞിടത്തോളം ഡോക്ടർക്കൊരു സാമ്പത്തിക സഹായം ആവശ്യമില്ല എന്ന് ബോധ്യമായി. എന്നാലും അങ്ങനെയല്ലല്ലോ, ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ചെറുക്കനോടുള്ള ഡോക്ടറോട് സെന്റിമെന്റ്സ് 4 പേരറിയാൻ പാകത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം. ഒരു മെമ്മോറിയൽ പോലെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക പേവാർഡ് റൂമോ, ഒരു പുതിയ വേറെന്തെങ്കിലും ഒരു സംഗതി നമുക്ക് തട്ടിക്കൂട്ടാം. അതിന്റെ മുമ്പിൽ നല്ല കോസ്റ്റ്ലി മാർബിളിൽ ഈ നെവർ ലവിംഗ് മെമ്മറി ഓഫ് ആ ചെറുക്കന്റെ പേര്, അതെ, സൺ ഓഫ് ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, പിന്നെ ഡൊണേറ്റഡ് ബൈ ബാബു കരുണാകരൻ നീണ്ടകര. ഉദ്ഘാടനത്തിന് ഹെൽത്ത് മിനിസ്റ്ററെയോ വേണമെങ്കിൽ CM-നെ വരെ ഞാൻ കൊണ്ടുവരാം. എന്നാലേ വേണ്ട പബ്ലിസിറ്റി കിട്ടും. ഏത്? എന്റെ മകന്റെ ജീവന് വില വേണോടാ പട്ടി. ഇറങ്ങാൻ വീട്ടിൽ ഇറങ്ങാൻ. ആരെയാണ് നോവിച്ചു വിടുന്നത് തനിക്ക് മനസ്സിലായിട്ടില്ല? മനസ്സിലായി, നിന്റെ തദ്ദേ. ചീഞ്ഞു കൊടുത്ത മീൻ വാരി വിറ്റുണ്ടാക്കിയ ചില്ലറയുടെ മോളി പടഞ്ഞിട്ടിരുന്ന് പൃഷ്ഠം കുലുക്കാനെ നിനക്കൊക്കെ അറിയൂ. മനുഷ്യന്റെ മനസ്സും നമ്പരവും മനസ്സിലാക്കാൻ നിന്റെ വർഗം 100 ജന്മം ജനിക്കണം. ഇറങ്ങണ വഴിയിൽ ഇറങ്ങാൻ. അവനോടിത് വേണം. നീ ഒന്ന് കൊടുത്തത് നന്നായേ ഉള്ളൂ. നീ കുടിച്ചില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞാൽ നീ തപ്പാ എടുക്കാൻ മാറ്റിയേ. കൊഞ്ചം നാളായി ബാലു, ചെടിയിൽ നിന്റെ ടെമ്പർ ലൂസ് ചെയ്യുന്നു. ഓപ്പിൽ വെച്ച് രോഗികളോട് നീ ശുണ്ടിയെടുത്തു. ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ആരോടൊന്നില്ലാതെ പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്യുന്നു. ആലോചിച്ചു പാര്, ഇത് ശരിയാണോ? ആരുടെ ശരി എനിക്കറിയണ്ട. ഞാൻ ഫ്ലെയറപ്പ് ചെയ്യും, ചീത്ത വിളിക്കും, ചിലപ്പോൾ ടെമ്പർ ലൂസ് ചെയ്ത് കൈവയ്ക്കും. അത് എന്നോട് ഇഷ്ടം. അതിന്റെ ഭവിഷ്യത്ത് ആരും ഷെയർ பண்ண വേണ്ട. ഉപദേശിക്കാൻ 100 പേരുണ്ട്. എന്റെ മനസ്സിലെ തീ ആരും കാണില്ല. കേൾക്കണ്ട എനിക്ക്. ഐ ഡോണ്ട് കെയർ. ലീവ് മീ അലോൺ. സോറിടാ ബാലു, ഞാൻ சொன்னதே നീ റോങ് എടുത്തിട്ടെ. ഡസൻ മാറ്റർ. തപ്പ എന്നിടത്താ. இந்த ടൈമിലെ എന്നോട് ഞാനിങ്ങനെ സംസാരിക്കരുതായിരുന്നു. ഐ എം സോ സോറി. ഞാൻ പറയാം. நில்லுடா மணி. ஏண்டா மணி, அவன் பேசுற பேச்ச கேட்டு நீ போறியா? പോകണമെന്നുള്ളവർ പോട്ടും പാട്ടി, പോട്ടും. മനസ്സിലിരുട്ട് കയറി തളർന്നു നിൽക്കുമ്പോ സമനില നഷ്ടപ്പെട്ട് അറിയാതെ നാവിൽ നിന്ന് വല്ലത് ഊർന്നു വീണ അതാണ് വലുതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് എന്നോട് ഫേറ്റ്. நீங்க போங்க மணியண்ணா, போங்க. எனக்கு எப்படியாடா போக முடியும்? என்னமோ தெரியல மணியண்ணா, എന്റെ മനസ്സ് എന്റെ പിടിവിട്ടു പോകരുത്. എന്തായി തീരുമെന്ന് എനക്ക് ഭയമായിരിക്കും.
കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടു നിൽക്കുന്ന രാമു, ക്രിസ്റ്റി, ഗണേഷ്, അൻസാർ എന്നിവർക്ക് മരണമടഞ്ഞ രാജു വിശ്വത്തിനോട് പൂർവ്വവൈരാഗ്യമുള്ളതായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. സാക്ഷിമൊഴികളൊന്നും രാജു വിശ്വത്തിന്റെ കൊലപാതകത്തിന് പ്രതികൾ മനഃപൂർവ്വം ഉത്തരവാദികളായെന്ന് തെളിയിക്കുന്നുമില്ല. പെട്ടെന്നുള്ള വികാരാവേശത്തിന്റെ പ്രകോപനം മാത്രമാണ് രാജുവിനെ പിന്തുടർന്ന് ഓടിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. പരാജിതനാകരുതെന്ന വാശിമൂലമുണ്ടായ അത്യാവേശം രാജു വിശ്വത്തിന്റെ മനോനില തെറ്റിച്ച് അയാളെ സ്വയം മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണുണ്ടായതെന്ന പ്രതിഭാഗം വാദം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. മുൻ കുറ്റങ്ങളൊന്നും പ്രതികളുടെ മേൽ ആരോപിക്കപ്പെടുകയോ സ്ഥാപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതും പ്രതികളുടെ പ്രായവും പ്രത്യേക പരിഗണനയിൽ എടുത്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രതികൾ ശിക്ഷാർഹരല്ലെന്ന് കണ്ട് കോടതി അവരെ നിരുപാധികം വിട്ടയക്കുന്നു. I object. ഇവരെ ശിക്ഷിക്കാൻ ഈ നീതിപീഠത്തിന് കഴിയില്ലെങ്കിൽ ഇവരെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മകന്റെ രക്തത്തിന് ഇവർ കണക്ക് പറഞ്ഞേ തീരൂ. ഞാൻ പറയിക്കും. I will not leave them free. എന്റെ ഭഗവാനെ, ഈ കഴിവേറുടെ മകനെ ഇളനിലം കൊടുത്ത് ലാളിച്ച് ഇത്രയും വഷളാക്കിയിട്ട് അവളെ കിടന്ന് വിളിക്കുന്നു എന്റെ ഭഗവാനെ എന്ന്. പോലീസിൽ വിവരം അറിയിച്ചാലോ? എന്നിട്ടെന്തിനാ ആ പേരും പറഞ്ഞു കൂടി അവറ്റകളെ പടിവാങ്ങാൻ വരും. ഈ വക കാര്യങ്ങളിൽ അവനവന്റെ രക്ഷ അവനവൻ തന്നെ നോക്കണം.
ഡോക്ടർ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇവനെ പുറംകടലിൽ ഫ്രണ്ട് സാഹിബിന്റെ അടുത്ത് എത്തിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. നീ പോയി ബോട്ടാക്കട വിൻസെന്റെ. ശരി സർ. വാടാ. എടാ, ആ കിടക്കുന്നത് നമ്മുടെ ബോട്ടല്ലേ? അതെ. അങ്ങോട്ട് അടുപ്പിച്ച്. ഇതിനാണോടാ അതിനെയൊക്കെയാ തീറ്റി പോരുന്നത്? എവിടെടാ പട്ടര്? വിടാൻ